ഫിസിക്സ് ചാപ്റ്റർ 1 ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിലുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ റിവിഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല, ഇറ്റ്സ് ഓൺലി എ കൈൻഡ് ഓഫ് റിവിഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകാനാണ്. ചില ഡൗട്ട്സ് ഒക്കെ ഉള്ളതൊന്ന് ക്ലിയർ ചെയ്ത് പോകാൻ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഏറ്റവും അധികമായിട്ട് പഠിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, മൊമെൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ റിമെമ്പർ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. 2 ഫാക്ടേഴ്സ് ആയിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ, അത് കംപ്ലീറ്റ് പറയാൻ പറ്റണം. എന്താണ്? ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ പിവറ്റ്. സോ ആ ലൈനിലൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഫാക്ടർ പറയുമ്പോൾ വെറും ഡിസ്റ്റൻസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. എന്താണ്? ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ പിവറ്റ്. എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ഫ്രം ദാറ്റ് ആൻസർ വി ക്യാൻ ആക്ച്വലി റീച്ച് ഇൻ ടു മെനി അതർ ആൻസേഴ്സ്. ലൈക്ക് ആ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ അതാണ് എന്ത്? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഡിഫൈൻ? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, അതിനുശേഷം ആ ഫാക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ്? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ പിവറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷനിലേക്ക്, ഒരു ഇക്വേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലേ? സോ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ പിവറ്റ്. അപ്പോൾ ഓർക്ക് മൊമെൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫ്രം ദാറ്റ് യു ക്യാൻ ഈസിലി റീച്ച് ഇൻ ടു മെനി അതർ ആൻസേഴ്സ്. ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും, ഡെഫിനിഷനിലേക്ക് എത്താൻ പറ്റും. ഓൾസോ വി ക്യാൻ ഹാവ് ദ യൂണിറ്റ്. മൊമെൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് SI യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് SI യൂണിറ്റ്. ഓക്കെ, പക്ഷേ ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഇഫ് ഇറ്റ് ഈസ് ഇൻ ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ യൂണിറ്റിന് പകരം, ന്യൂട്ടന് പകരം നമ്മൾ എന്ത് എഴുതുക? കിലോഗ്രാം ഫോഴ്സ് എഴുതുക. കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു മീറ്റർ എന്ന് മാത്രം. എപ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ, ഇൻ ടേംസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു മീറ്റർ എന്നുള്ളത് വരും. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ പിന്നീട് സ്കെയിലിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് യൂണിഫോം മീറ്റർ സ്കെയിലിൻ്റെ ക്വസ്റ്റ്യൻസ്. അതിനകത്തൊക്കെ യൂണിറ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ചെക്ക് ഔട്ട് വെദർ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ന്യൂട്ടൺ ഓർ കിലോഗ്രാം ഫോഴ്സ്. കിലോഗ്രാം ഫോഴ്സിൽ തന്നിരിക്കുന്ന വാല്യൂസിന് ഫൈനൽ മൊമെൻറ്റ് എഴുതുമ്പോൾ യു ഷുഡ് നോട്ട് ഗീവ് ദ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഓർത്തിരിക്കുക, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ്റെ മാർക്ക് മൊത്തം പോകും. അതുകൊണ്ട് തന്നെ യൂണിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ യു വോണ്ട് ഗെറ്റ് ഈവൻ എ ഹാഫ് മാർക്ക്. അറിയാമല്ലോ നമ്മുടെ ഈ ICSEയുടെ വാല്യുവേഷൻ അങ്ങനെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റീഡ് ദ ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി. ഇഫ് ദി വാല്യൂസ് ആർ ഗിവൺ ഇൻ കിലോഗ്രാം ഫോഴ്സ്, ഫൈനൽ മൊമെൻ്റ് എഴുതുമ്പോൾ യു ഷുഡ് ഗീവ് ദിസ് യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സിൻ്റെ മീറ്റർ എന്നുള്ളത് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രത്യേക ടെക്നിക്ക് നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കാൻ, നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിസൾട്ടൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്ന മിക്ക ക്വസ്റ്റ്യനിലും ആൻസറിന് ഈ യൂണിറ്റ് തന്നെയാണ് വരിക. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ എന്നുള്ള യൂണിറ്റ് ഫൈനൽ ആൻസറിൽ വരാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ റെയറാണ്. മിക്ക ക്വസ്റ്റ്യൻസിൻ്റെയും ഫൈനൽ ആൻസർ റിസൾട്ടൻറ്റ് മൊമെൻ്റ് വരുന്നത് ഈ പറയുന്ന കിലോഗ്രാം ഫോഴ്സിൻ്റെ മീറ്ററിലാണ് മിക്കപ്പോഴും വരിക എന്നൊരു ടെക്നിക്ക് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം ഓർക്കുക, യൂണിഫോം മീറ്റർ സ്കെയിലിൻ്റെ കേസുകളിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ ടു ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റ് ഓഫ് ദ സ്കെയിൽ ഓർ മാസ് ഓഫ് ദി സ്കെയിൽ. ഓക്കെ, അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം മാസ് ഓഫ് ദ സ്കെയിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? സ്കെയിലിൻ്റെ കേസ് ആയതുകൊണ്ട് നിങ്ങൾ ഗ്രാം തന്നെ കൊടുക്കുക. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് വെയ്റ്റ് ആണെങ്കിൽ എന്താ യൂണിറ്റ് മാറുക? അത് ന്യൂമറിക്കൽ വാല്യൂ വിൽ ബി സെയിം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രാം എന്നുള്ളതിനെ ഗ്രാം ഫോഴ്സ് എന്നങ്ങ് യൂണിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി ശ്രദ്ധിച്ച് നോക്കണം. എക്സാമിന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്കെയിലിൻ്റെ മാസ് ആണോ ചോദിച്ചിരിക്കുന്നത്, വെയിറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, നന്നായിട്ട് നോക്കുക. ഓക്കെ, അത് റീചെക്ക് ചെയ്യുക നിങ്ങൾ ചെയ്തതിന് ശേഷം. ഓക്കെ, മാസ് ആണെങ്കിൽ ഗ്രാം കൊടുക്കാം, വെയിറ്റ് ആണെങ്കിൽ ഗ്രാം ഫോഴ്സ് കൊടുക്കാം. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമല്ലോ. ഇപ്പോൾ ഒരു 20 ഗ്രാം, അതിനെ നമുക്ക് എങ്ങനെ ഗ്രാം ഫോഴ്സിലേക്ക് മാറ്റാം? ദാറ്റ് ന്യൂമറിക്കൽ വാല്യൂ വോണ്ട് ചേഞ്ച്. 20 ഗ്രാം ഇസ് ഈക്വൽ 20 ഗ്രാം ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് യൂണിറ്റിനെ ബേസ്ഡ് ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ തെറ്റിക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ റിവൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എല്ലാം നമ്മൾ പറയുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. കപ്പിളിൻ്റെ ഡെഫിനേഷൻ.
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡെഫിനിഷൻ, ഇതൊക്കെ അതിനകത്തുള്ള ഒരു വേർഡ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. യു നീഡ് ടു റൈറ്റ് ദ ഡെഫിനിഷൻ എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഒരു കാര്യം മാറ്റി നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിലേക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, കപ്പിൾ എപ്പോഴും ചോദിക്കുന്ന ഡെഫിനിഷനാണ്, ബിക്കോസ് അത് തെറ്റാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഡെഫിനിഷനാണ്. കപ്പിൾ, വാട്ട് ഇസ് ദാറ്റ്? ഈക്വൽ ഓപ്പോസിറ്റ്, ടു ഈക്വൽ ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ്, not acting along the same line. Okay, instead of not, if you write acting along the same line, then the complete answer will be wrong. മനസ്സിലാവുന്നുണ്ട്? ഒരു വാക്ക് പോയാൽ മതി. നോട്ട് എന്നുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആൻസറിൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, ഒരു അര മാർക്ക് പോലും, ഹാഫ് മാർക്ക് പോലും കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ലാണ്ടായിരുന്നു. സോ ബി വെരി കെയർഫുൾ ഓൺ ഗിവിംഗ് സച്ച് ഡെഫിനിഷൻസ്. ഈക്വൽ ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ്, നോട്ട് ആക്ടിങ്, റിമെമ്പർ ദാറ്റ്. കാരണം ഒരു ലൈനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാനോട്ട് ആക്ട് ആസ് എ കപ്പിൾ, ഇറ്റ് വോണ്ട് റൊട്ടേറ്റ്. അപ്പോൾ എപ്പോഴും അവർക്ക് ക്വസ്റ്റ്യൻസിൽ ഒരു റൊട്ടേഷൻ പോസിബിൾ ആവുന്നതിനുള്ള ബേസിക് കണ്ടീഷനാണ് കപ്പിൾ എന്നുള്ള കാര്യം ഓർക്ക്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് ഒരു റൊട്ടേഷൻ നടക്കുന്നതിന് വാട്ട് ഈസ് ദ ബേസിക് നീഡ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക, എ കപ്പിൾ ഈസ് നീഡഡ്. കപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ റൊട്ടേഷൻ നടക്കുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സോ ചെക്ക് ഔട്ട് ദാറ്റ് ഡെഫിനിഷൻ, നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഓൾസോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിരുന്നു? എ പോയിന്റ് അബൌട്ട് വിച്ച് ദ ഓൾജിബ്രിക് സം ഓഫ് moments of weights of all the particles എന്നാണ്. moments of weights of all the particles constituting a body is 0. ഓക്കെ, സോ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിനകത്തൊന്നും ഒരു വാക്കും വിട്ട് കളയരുത്. ഓക്കെ, ആ വെയ്റ്റ്സ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് എന്നുള്ളത് ഒരുമിച്ച് അങ്ങ് പറയാൻ ശീലിക്കുകയാണെങ്കിൽ തെറ്റത്തില്ല. ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ ഓൾജിബ്രിക് സം ഓഫ് moments of വെയ്റ്റ്സ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ബോഡി 0. അങ്ങനെ രണ്ട് ഡെഫിനിഷൻസിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു വാക്ക് മാറിയാൽ അതിൻ്റെ മീനിങ് മൊത്തം മാറും, അതാണ് എൻ്റെ ഇഷ്യൂ. അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ അഗെയിൻ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക, എസ്പെഷ്യലി അബൌട്ട് ദിസ് യൂണിറ്റ്സ് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, ദെൻ ഓർക്കുക, ഇതിൽ നിന്ന് 3 എണ്ണത്തിൻ്റെയുള്ള ആൻസേഴ്സ് ഒരു കാര്യത്തിൽ തന്നെ റീച്ച് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർക്കുക. ദെൻ ഏതെങ്കിലും ഒരു മൂവിങ് ബോഡിയുടെ ഇക്വിലിബ്രിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? സാറ്റലൈറ്റ് റിവോൾവിങ് അറൗണ്ട് എർത്ത് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. മൂവിങ് ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിങ് ബോഡിയുടെ ഇക്വിലിബ്രിയം എപ്പോഴും ഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. ഡൈനാമിക് എന്ന് പറയുന്നത് so many forces may be acting even then the body is in motion. അതെന്താണ്? ഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഓക്കെ, സോ മൂവിങ് ബോഡിയുടെ ഇക്വിലിബ്രിയം ചോദിച്ചാൽ ഡൈനാമിക്, റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക്, റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഇതിലും ചെറിയ ഡയഗ്രാംസ് വെച്ചൊക്കെ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓർക്കുക. ദെൻ ഈ ഒരു പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലീനിയർ മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ആ ഒരു പോർഷൻ വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പോർഷനാണ്. കാരണം ലീനിയർ മോഷനും സർക്കുലർ മോഷൻ്റെയും കേസുകളിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് ഓർക്കുക, ലീനിയർ മോഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് അല്ല, അതെന്താണ്? അൺആക്സിലറേറ്റഡ് മോഷനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇതെന്താണ്? അൺആക്സിലറേറ്റഡ് മോഷനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ്? യൂണിഫോം ലീനിയർ മോഷൻ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ വരുന്നത്? സ്പീഡ്, വെലോസിറ്റി, ഇതൊക്കെ ഇതിനകത്ത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റിയും സ്പീഡും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി വേരിയബിൾ അല്ല. എന്തിനാണ്? യൂണിഫോം ലീനിയർ മോഷനിൽ. സോ പക്ഷേ നമുക്ക് വേറൊരു കേസ് വരുന്നത് എന്താണ്? യൂണിഫോം മറ്റേ കേസ് എന്താ? സർക്കുലർ മോഷനാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതിനകത്ത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് വെലോസിറ്റി ഈസ് എ വേരിയബിൾ ആണ്. അത് വലിയൊരു ക്വസ്റ്റിൻ്റെ ആൻസർ, മിക്ക ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നൊരു ടൈമാണ് വെലോസിറ്റി വേരിയബിൾ ആണ്. സോ ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റൻ ലൈക്ക് വൈ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക എന്താണ്? സോ ഇതാണ് ആക്സിലറേറ്റഡ് മോഷൻ. ഏതാണ്? യൂണിഫോം സർക്കുലർ മോഷനാണ് ആക്സിലറേറ്റഡ് മോഷനാണ്. സോ റിമെമ്പർ, ഇതിന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറയുന്നത് അൺആക്സിലറേറ്റഡ് ആണ്. അതിനകത്ത് വെലോസിറ്റി, സ്പീഡൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് യൂണിഫോം സർക്കുലർ മോഷൻ റിലേറ്റഡ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരും. വെലോസിറ്റി ഈസ് എ വേരിയബിൾ, സ്പീഡ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. സ്പീഡ് ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആണ്. സോ എ യൂഷ്വൽ ക്വസ്റ്റ്യൻ ഈസ് ദർ ലൈക്ക് ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ മോഷൻ വിത്ത് യൂണിഫോം സ്പീഡ് ബട്ട് ആക്സിലറേറ്റഡ്? അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ സാധാരണ ഇതിൽ ഒരു യൂണിഫോം സ്പീഡായിട്ടുള്ള മോഷൻ ആക്സിലറേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. പക്ഷേ ഇവിടെ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ സ്പീഡ് വിൽ ബി യൂണിഫോം ബട്ട് ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് ആക്സിലറേറ്റഡ് മോഷൻ. എൻ്റെ റീസൺ ചോദിച്ചാൽ വെലോസിറ്റി ഈസ് എ വേരിയബിൾ എന്നുള്ളൊരു ബേസിക് കാര്യം ഓർത്ത് വെച്ചിരിക്കുക. സോ ബിക്കോസ് ഡിസ്റ്റൻസ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ്.
ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം വരാൻ പറ്റുന്നത്, ഇവിടെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നതും ഒരു വേരിയബിൾ ആയിരിക്കും. അത് അങ്ങനെ ഒരു കാര്യം കൂടി ഓർക്കുക. ആക്സിലറേഷൻ എന്ന് പറയുന്നതും ഇവിടെ എന്ത് തന്നെയായിരിക്കും, ഒരു വേരിയബിൾ തന്നെയാണ് എന്നുള്ള കാര്യം. അത് പ്രത്യേകത മുമ്പ് ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ഓർക്കുക. അത് എന്തായിരിക്കും, ആക്സിലറേറ്റഡ് മോഷനകത്ത് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് വിൽ ബി നോൺ യൂണിഫോം. ഓക്കെ, വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതും ഒരു, അപ്പം ഇതൊരു പ്രത്യേക കാര്യം ഓർത്തിരിക്കുക. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണോ വേരിയബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷനും വേരിയബിൾ ആണ്, വെലോസിറ്റിയും വേരിയബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, ഇതൊരു പ്രത്യേക കാര്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ആക്സിലറേഷൻ ഈസ് ഓൾസോ വേരിയബിൾ. ഓക്കെ, സോ ഇനി അതിന് ശേഷം വന്നൊരു പോർഷൻ എന്തായിരുന്നു, സെൻട്രിപെറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, സോ വിച്ച് വൺ ഈസ് ഫിക്ഷ്യസ് ഫോഴ്സ് അമംഗ് ദം, സെൻട്രിഫ്യൂഗൽ ഓർ സെൻട്രിപെറ്റൽ? സാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സെൻട്രിഫ്യൂഗലിനകത്ത് ഒരു എഫ് ഉണ്ട് അല്ലേ, സെൻട്രിഫ്യൂഗൽ. സോ ഇറ്റ് ഈസ് എ ഫിക്ഷ്യസ് ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഈസ് എ റിയൽ ഫോഴ്സ്. ഡിഫറൻസ് ഓർക്കാമല്ലോ, സെൻട്രിപെറ്റൽ ഈസ് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ, സെൻട്രിഫ്യൂഗൽ ഈസ് ആക്ടിങ് എവേ ഫ്രം ദ സെൻറ്റർ. ഓക്കെ, ഗിവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ഓൾസോ വൺ ഈസ് റിയൽ ആൻഡ് അതർ വൺ ഈസ് ഫിക്ഷ്യസ് എന്നുള്ള ഈ രണ്ട് ടേംസ് കൊടുക്കാം. ഓക്കെ, കമ്പയർ ദെയർ മാഗ്നിറ്റ്യൂഡ്. എന്താണ് പ്രത്യേകത? ദെയർ മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം. സോ ദ മാഗ്നിറ്റ്യൂഡ് കമ്പാരിസൺ ചോദിച്ചാൽ 1:1 എന്ന് കൊടുത്തിരിക്കുക. ഓക്കെ, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് 1:1. അത്രയും നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ദെൻ സെൻട്രിപെറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ആൻഡ് വൺ ക്വസ്റ്റ്യൻ ഈസ് വെരി ഷുവർ, ലൈക്ക് ദ മാസ് ഓഫ് എ യൂണിഫോം മീറ്റർ സ്കെയിൽ ഓർ ഹാഫ് മീറ്റർ സ്കെയിൽ. അതെല്ലാ വർഷത്തെയും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതെപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? യൂണിഫോം മീറ്റർ സ്കെയിലിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് മിക്ക കുട്ടികൾക്കും അതിനകത്ത് ഏറ്റവും ഡൗട്ട് വരുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴാണ്. യൂണിഫോം മീറ്റർ സ്കെയിൽ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്? ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഏതാണ്? മൊമെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് ആണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ നിങ്ങൾ ആ ഒരു യൂണിഫോം മീറ്റർ സ്കെയിലിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇത് എഴുതിയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റിൻ്റെ അത് എഴുതണം. എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്, സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഓർ യു ക്യാൻ റൈറ്റ് W1 × L1 ഈസ് ഈക്വൽ ടു W2 × L2. വളരെ ഈസിലി ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? യൂണിഫോം മീറ്റർ സ്കെയിൽ. അല്ലെങ്കിൽ യൂണിഫോം മീറ്റർ സ്കെയിലിന് പകരം ഹാഫ് മീറ്റർ സ്കെയിൽ തരും. സോ മിക്ക ക്വസ്റ്റ്യൻസിലും ഡ്രോ ദ ഡയഗ്രാം എന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡ്രോയിങ്ങിന് ഒരു 2 മാർക്ക് ഉണ്ടാവും. സോ ദ ഡ്രോയിങ് മസ്റ്റ് ബി നീറ്റ്. ഓക്കെ, നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് പെൻസിലൊക്കെ വെച്ച് നീറ്റായി വരച്ചിരിക്കണം. വെറുതെ ഫ്രീ ഹാൻഡ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടത്തില്ല. ശ്രദ്ധിച്ച് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ എന്തുണ്ടാവും? ഡയഗ്രാം ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഏത് ടൈപ്പ് ആണെങ്കിലും, നിങ്ങൾ വരയ്ക്കാനാണെങ്കിലും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണെങ്കിലും ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ആൻസർ ചെയ്ത് ശീലിക്കുക. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ സാർ ഇപ്പോൾ പറയുന്നത് നമുക്ക് എക്സാമിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ്, മോഡൽ എക്സാം നമുക്ക് വരാൻ പോകുന്നു. സോ ഓർക്കുക, ഈ പറയുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്യുക. ലെറ്റ്സ് ഡു വൺ ക്വസ്റ്റ്യൻ. ഓക്കെ, a uniform meter rule balances horizontally on a knife edge placed at a 58 cm mark when a weight of 20 gram force is suspended from one end. Draw the diagram of arrangement. What is the weight of the rule? ഞാനത് ചെയ്യുമ്പോൾ സാറ് ചെയ്യുന്ന ഓരോ മെത്തേഡുകളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഡ്രോ ദ ഡയഗ്രാം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫസ്റ്റ്ലി സ്റ്റാർട്ട് വിത്ത് ഡ്രോയിങ്. ഞാനത് പെൻ വെച്ച് വരയ്ക്കുകയാണ്. യു നീഡ് ടു ഡ്രോ ഇറ്റ് വിത്ത് പെൻസിൽ ഓൺലി. ഇറ്റ് മസ്റ്റ് ബി നീറ്റ്. ഇങ്ങനെ വരയ്ക്കേണ്ടത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫ്രീ ആയിട്ട് വരയ്ക്കുന്നുള്ളൂ. നിങ്ങളത് നീറ്റായിട്ട് വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു നീഡ് ടു ഡ്രോ ദ സ്കെയിൽ, വെദർ ഇറ്റ് ഈസ് ഹാഫ് മീറ്റർ ഓർ മീറ്റർ റൂൾ. അതിനുശേഷം ചെക്ക് ചെയ്യുക വെദർ ഇറ്റ് ഈസ് മീറ്റർ ഓർ ഹാഫ് മീറ്റർ. ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ആസ് യൂണിഫോം മീറ്റർ റൂൾ. സോ എന്താണ്? 1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0 തൊട്ട് എത്ര വരെയുണ്ട്? 100 സെൻറ്റിമീറ്റർ വരെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനിയാണ് ഇതിൽ ഏറ്റവും അധികം തെറ്റിക്കുന്നത്. ലിസൺ വെരി കെയർഫുള്ളി. ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നവരുടെ എല്ലാവരുടെയും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഒരു കാര്യം നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്യും. അബൌട്ട് ദാറ്റ് നത്തിങ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ദേ വോണ്ട് മെൻഷൻ എനിത്തിങ് റിഗാർഡിങ് ദാറ്റ്. അത് പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ടോട്ടൽ മാസ് എക്സെറ്റഡ് ആവുക. നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സെറ്റഡ് ആവുന്നത് ദ മാസ് വിൽ കോൺസെൻട്രേറ്റ് അറ്റ് എ പോയിന്റ്. ഏതാണ് ആ പോയിന്റ്? ഇവിടെ ഒബ്വിയസ്ലി അറ്റ് ദ മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു യൂണിഫോം മീറ്റർ സ്കെയിലിൻ്റെ മിഡ് പോയിന്റിൽ തന്നെ വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് 0 to 100 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 50 സെൻറ്റിമീറ്റർ ഈ മേളിലുള്ള മാർക്കിംഗ് എല്ലാം അതുപോലെ തന്നെ ചെയ്തിരിക്കണം. കഴിവതും മേളിൽ തന്നെ മാർക്ക് ചെയ്യുക. 50 സെൻറ്റിമീറ്ററിൽ നിങ്ങൾക്ക് താഴേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുക. ഇതെന്താ കാണിക്കുന്നത്? അതിൻ്റെ വെയിറ്റ് ആണ്. ടോട്ടൽ വെയിറ്റ് ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, സോ ആരോ മാർക്ക് കൊടുത്തതിന് ശേഷം ചെക്ക് വെദർ ദ മാസ് ഓഫ് ദ സ്കെയിൽ ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഓർ നോട്ട്. മാസ് ഉണ്ടോ എന്ന് നോക്കുക. സോ നമുക്ക് വായിച്ച് നോക്കാമല്ലോ. യൂണിഫോം മീറ്റർ റൂൾ ബാലൻസ് ഹൊറിസോണ്ടലി ഓൺ നൈഫ് എഡ്ജ് placed at 58 centimeter mark when a weight of 20 gram is suspended. What is the weight of the rule? So it is not given. അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. മാസ് എം ഗ്രാം ആണെന്ന് കരുതുക. അപ്പോൾ എന്തായിരിക്കും വെയിറ്റ് വരുന്നത്? എം ഗ്രാം ഫോഴ്സ് ആയിരിക്കും. അപ്പം അൺനോൺ ആണെങ്കിൽ ഇങ്ങനെ എഴുതി ശീലിക്കുക. മാസ് എം ഗ്രാം ആണെങ്കിൽ വെയിറ്റ് എന്തായിരിക്കും? എം ഗ്രാം ഫോഴ്സ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡ്രോയിങ്സിലൊക്കെ തന്നെ താഴേക്ക് ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഗ്രാമിൽ എഴുതാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി ഇൻ ഗ്രാം ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ആ യൂണിറ്റ് തന്നെ ഉണ്ടാവണം, എം ഗ്രാം ഫോഴ്സ്. ബിക്കോസ് ഇറ്റ് ഈസ് അൺനോൺ. അതുകൊണ്ടാണ് നമ്മൾ എം എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് 0 to 100 വരയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് 50 സെൻറ്റിമീറ്ററിൽ താഴേക്ക് നിങ്ങൾ എം ഗ്രാം ഫോഴ്സ് മാർക്ക് ചെയ്യുക. അൺനോൺ ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേർ ഇറ്റ് ഈസ് പിവറ്റഡ്. ചെക്ക് വെദർ ഇറ്റ് ഈസ് പിവറ്റഡ്. നോക്കുക, ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഹൊറിസോണ്ടലി ഓൺ എ നൈഫ് എഡ്ജ്. എത്രയിലാണ്? ബാലൻസ് ഹൊറിസോണ്ടലി ഓൺ എ നൈഫ് എഡ്ജ് അറ്റ് 58 സെൻറ്റിമീറ്റർ. 58 എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്തായിരിക്കും അല്ലേ? കുറച്ച് ഇപ്പുറത്തായിട്ട് അത് പിവട്ട് ചെയ്തിരിക്കുന്നത് വരയ്ക്കുക. ഇറ്റ് ഈസ് അറ്റ് 58. അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മേളിൽ അതിൻ്റെ പോയിൻ്റ് എവിടെയാണെന്നുള്ളത് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ പ്രത്യേകം ഓർക്കുക, പിവട്ട് എവിടെ വരുന്നു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പല രീതിയിൽ തരാറുണ്ട്. ചിലപ്പോൾ അത് നൈഫ് എഡ്ജ് എന്ന് തരാം, ഇറ്റ് ഈസ് ഗിവൺ എ ഫൽക്രം എന്ന് തരാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബാലൻസ് ദറ്റ്, അങ്ങനെയുള്ള വാക്കൊക്കെ തന്നാലും എന്ത് തന്നാലും യു ക്യാൻ യൂസ് ദിസ് സെയിം സിമ്പിൾ. ഈ കാണുന്ന സിമ്പിൾ കണ്ടോ? ഇതുപോലെ നിങ്ങളങ്ങ് വരച്ച് വെച്ചാൽ മതി. ഒരു ഫൽക്രം പോലെ അങ്ങ് വരച്ചാൽ മതി. ഓക്കെ, നൈഫ് എഡ്ജ് എന്ന് കാണുമ്പോഴത്തേക്ക് ഒരു കത്തി വരയ്ക്കാനൊന്നും ഇരിക്കണ്ട. യു ജസ്റ്റ് ഷോ എ പിവട്ട് ഓവർ ദർ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ആ വാക്കുകൾ ഓർക്കുക. നൈഫ് എഡ്ജ് തരാം, പിന്നെന്താണ്? ബാലൻസ് ഡെറ്റ്, പിവറ്റഡ് അറ്റ്, ഫൽക്രം, ഇതൊക്കെ കാണിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം പിവട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക്. അത് കറക്റ്റായിട്ട് എവിടെയാണോ അത് മേളിൽ മാർക്ക് ചെയ്യുക. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ലിസൺ, വെൻ എ വെയിറ്റ് ഓഫ് 20 gram force is suspended from one end, it is balanced when a weight of 20 gram force is suspended from one end. So they have given it as only one end. Which end? That is not given. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് എൻഡ്, ഒന്ന് 0 എന്ന് പറയുന്ന എൻഡും ഉണ്ട്, ഒന്ന് 100 എന്ന് പറയുന്ന എൻഡും ഉണ്ട്. ഏത് എൻഡാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഏത് എൻഡായിരിക്കും. ഈ എൻഡിലാണോ ഇനി വെയിറ്റ് ഇടേണ്ടത്, ഇപ്പുറത്തെ എൻഡിലാണോ? ഓക്കെ, നമുക്ക് തിയററ്റിക്കലി നോക്കാം. വി ഹാവ് ഓൾറെഡി എ മാസ് ഓവർ ഹിയർ, ദാറ്റ് ഈസ് ദ മാസ് ഓഫ് ദ സ്കെയിൽ. സോ ഇറ്റ് ഈസ് ഓൾറെഡി ഹാവിങ് എ കൈൻഡ് ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ ശരിക്കും ഈ സ്കെയിൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇപ്പോൾ ഈ പിവട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പുറത്ത് മാസ് ഉള്ളത് കണ്ടാൽ തന്നെ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ എ കൈൻഡ് ഓഫ് ബാലൻസ്ഡ് പൊസിഷൻ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സ്കെയിൽ ഇത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഈ സൈഡിൽ കൊണ്ട് വെയിറ്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാരണം അവിടെ ഓൾറെഡി ഇപ്പുറത്തൊരു മാസം ഉണ്ട്. ഇതല്ലേ ഫൽക്രം, ഇങ്ങനെ ഇരിക്കുകയാണ്. സി, ആരോ താഴോട്ട് കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലൊരു മാസം ഉണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ എവിടെ ഇടണം? കോമൺ സെൻസ് ആണ്, നമുക്കറിയാം. ഇപ്പുറത്താണ് അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഇടണം. സോ ഓൾറെഡി വി ഹാവ് എ കൈൻഡ് ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഓൺ ദ അതർ സൈഡ്. സോ ഒരു കാര്യം ക്ലിയർ ആയി, ഇതിന് ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് വെയിറ്റ് ഇടേണ്ടത്. എവിടെ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ എ വെയിറ്റ് ഓഫ് 20 gram force is suspended from one end. ഈ പോർഷനിലാണ്, എൻഡിലുമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അറ്റ് 100, റൈറ്റ്? ഈ എൻഡിലാണ് കൊണ്ടിടേണ്ടത്. എത്രയാണ്? 20 gram ഫോഴ്സ്. നോക്കുക, അപ്പോൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന എൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ അടുത്ത ആരോ മാർക്ക് കാണിക്കുന്നു. നമ്മുടെ വെയിറ്റ് ഇവിടെ ഹാങ് ചെയ്യുന്നു. ഈ വെയിറ്റിനൊക്കെ താഴേക്ക് വെയിറ്റ് എന്നുള്ള ആരോ മാർക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എത്രയാണത്? 20 gram ഫോഴ്സ് ആണ്. 20 gram ഫോഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡയഗ്രത്തിൽ ഉണ്ടാവേണ്ടത്. ഇഫ് എവറിത്തിങ് ഈസ് ക്ലിയർ, ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് 2 മാർക്സ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 2 മാർക്സ് ഇതിനകത്ത് കിട്ടും. ഇനി നിങ്ങൾ ഡയഗ്രാം വരച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വരച്ചിരിക്കുന്ന ഫൽക്രത്തിൻ്റെ ഇരുവശത്തുമാണോ വെയിറ്റുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഒരു സൈഡിൽ തന്നെയാണ് 2 വെയിറ്റും വന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് റോങ്. അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക. 0 മുതൽ 100 വരെ ആദ്യം മാർക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എപ്പോഴും ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഒന്നും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ക്വസ്റ്റ്യനിൽ. എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, മിഡ് പോയിന്റ്, ലിസൺ. അത് തെറ്റിച്ച് കളയരുത്. 50 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് 1/2 മീറ്റർ ആയിരുന്നെങ്കിൽ 25 കൊണ്ടുപോയി ഇത് മാർക്ക് ചെയ്യുക. എനിവേ മിഡ് പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? താഴേക്ക് ആരോ മാർക്ക് കൊടുക്കുക.
ക്വസ്റ്റ്യനിൽ അവിടുത്തെ മാസ് തന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ പിവട്ടാണ് പറയുന്നതെങ്കിൽ അത് പിവട്ട് ചെയ്യാം. അവർ പറയുന്നത് എന്താണ് അതുപോലെ ചെയ്യുക. തന്നിട്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, മാസ് ഇല്ലാത്തതുകൊണ്ട് എം ഗ്രാം ഫോഴ്സിന് കൊടുക്കുന്നു. തൊട്ടടുത്ത് എന്താണ് പിവട്ട് പറഞ്ഞു 58, 50 ഇപ്പുറത്ത് 58 കൊടുത്തു. ഓരോന്നോരോന്നും ചെയ്തു പോയാൽ മതി. അടുത്തായിട്ട് പറയുന്നു 20 ഗ്രാം ഫോഴ്സ് ചെയ്ത് ഒരു എൻഡി കൊണ്ടിടണം എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം എൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വരണം എന്നുള്ളത് ഓർക്കുക. എൻഡി കൊണ്ടിട്ടു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്തു. ചെക്ക് ചെയ്യേണ്ടത് എല്ലാം ഗ്രാം ഫോഴ്സിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ആരോ മാർക്ക് എല്ലാം താഴേക്കുണ്ടോ എന്ന് നോക്കുക. മേളിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ദെൻ യു ക്യാൻ ബി വെരി ഷുവർ യു വിൽ ഗെറ്റ് ദ 2 മാർക്ക് ഫോർ ദാറ്റ്. ഇനി ഇത് ചെയ്യുമ്പോൾ എന്താണ്, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് എന്നൊക്കെ എഴുതുക. അക്കോർഡിംഗ് ടു അത് കൃത്യം അത് മൊത്തം എഴുതണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് W1 × L1 = W2 × L2. ഇതിന് ശേഷമാണ് ചെയ്യേണ്ടത് W1 ഏതാണ്, L1 ഏതാണ്, ഇതെല്ലാം ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെയിറ്റിനെ W1 ആയിട്ട് എടുക്കുക. ഇവിടെ എന്താണ് W1, M ആണ്, അൺനോൺ ആണ് അല്ലേ. സോ M എന്ന് കൊടുക്കുക. ഓക്കെ, M × ഇനി എന്താണ് ആവശ്യം, L1 എന്താണ്, ഡിസ്റ്റൻസ് ആണ്. നമ്മളെപ്പോഴും ആ ഡെഫിനിഷൻ പറയുന്നില്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ പിവട്ട്. സോ ഈ കാണുന്ന L1, L2 എല്ലാം നമ്മൾ മെഷർ ചെയ്യേണ്ടത് പിവട്ടിൽ നിന്നാണെന്നുള്ള ഒരു പ്രത്യേകം ഓർക്കുക. ഓൾ ദ ഡിസ്റ്റൻസസ് മസ്റ്റ് ബി മെഷേർഡ് ഫ്രം ദ പിവട്ട്. അപ്പോൾ അതിന് സാർ പറഞ്ഞൊരു എളുപ്പവഴി ഓർക്കുക. എന്താ ചെയ്യേണ്ടത്, ഈ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് W1 M1 അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് പിവട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ എമ്മിന് മേളിൽ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. എത്രയാണ്, 50. ഇനി എടുക്കേണ്ടത് എവിടെ നിന്നാണെല്ലാം പിവട്ടിൽ നിന്നാണ്. പിവട്ടിൻ്റെ മേളിലുള്ളത് നോക്കുക, എത്രയാണ്, 58. ടേക്ക് ദ ഡിഫറൻസ്. ഇവർ രണ്ടുപേരും ഡിഫറൻസ് എടുക്കുക. ആദ്യം എഴുതിയിരിക്കുന്ന ചെറിയ വാല്യൂ ആയിക്കോട്ടെ, നോ ഇഷ്യൂ. വലുതിൽ നിന്ന് ചെറുത് എന്നുള്ള രീതിയിൽ ഡിഫറൻസ് അങ്ങ് എടുക്കുക. എത്ര വരും ഇത്, 8 വരും. 58 - 50 എത്രയാണ്, 8 വരും. ഗെറ്റ് ഇറ്റ്. മിക്ക കുട്ടികൾക്കും ഡൗട്ട് വരുന്ന ഇതാണ്. ചിലർ 0 to 50 വരെയൊക്കെ എടുത്ത് 50 സെൻറ്റിമീറ്റർ എന്നൊക്കെ എഴുതി കളയും. അല്ലെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് തെറ്റിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഡൗട്ടുള്ളവരും മറ്റുള്ളവരൊക്കെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. എന്താ ചെയ്യേണ്ടത്, നമ്മൾ എടുക്കുന്ന W1 M ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ നേരെ മേലുള്ള ഡിസ്റ്റൻസ് അതൊക്കെ അവിടെ ഉണ്ടാവണം കേട്ടോ, 50 അതെടുക്കുക. ഇനി എല്ലാ ഡിസ്റ്റൻസും എവിടുന്നാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്, പിവട്ടിൽ നിന്ന്. പിവട്ടിൻ്റെ മേലുള്ളത് നോക്കുക, എത്രയാണ്, 58. അവരുടെ ഡിഫറൻസ് എടുക്കുക, എത്രയാണ്, 8. അതെടുത്ത് ഇവിടെ എഴുതുക, M × 8 ആയല്ലോ. ഇനി എൻ്റെ റൈറ്റ് സൈഡ് നോക്കാം, = W2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള വെയിറ്റ് ആണ്. എത്രയാണ് ഇവിടെ, 20 ഗ്രാം ഫോഴ്സ്. അതങ്ങ് എടുത്ത് എഴുതുക. W2 എത്രയാണ്, 20 × ഇനി L2 എങ്ങനെ എടുക്കാം, സാർ ഇപ്പോൾ പറഞ്ഞ അതേ ടെക്നിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ 20യുടെ മേലുള്ള ആളെ നോക്കുക, എത്രയാണ്, 100. ഇവിടെയും എന്തിൻ്റെ മേലുള്ള ആളെ എടുത്ത് നോക്കേണ്ടത്, ഓൾ ദ ഡിസ്റ്റൻസ് മസ്റ്റ് ബി ടേക്കൺ ഫ്രം ദ പിവട്ട്. പിവട്ടിൻ്റെ മേലുള്ള ആളെ നോക്കുക, എത്രയാണ്, 58. ഡിഫറൻസ് എടുക്കുക. ആരുടെ ഡിഫറൻസ് ആണ്, ഈ 20യുടെ മേലുള്ള ആൾ 100, പിവട്ടിൻ്റെ മേലുള്ളത് 58. ഡിഫറൻസ് എത്ര വരും, 100 - 58 എത്ര വരും, 42 വരും. 20 × 42. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി ഓർക്കുക, W1 ലെഫ്റ്റ് സൈഡിലുള്ള മാസ്. ഓക്കെ, അതിങ്ങനെ എടുത്ത് എഴുതി. ഇവിടെ M അല്ലേ, അൺനോൺ, M എന്നാണ് കിട്ടും. × L1 എമ്മിൻ്റെ മേളിലുള്ള നോക്കുക, പിവറ്റിൻ്റെ മുകളിൽ നോക്കുക. ഡിഫറൻസ് എത്രയാണ്, 50 - 58. 58 - 50 എത്ര, 8 വന്നു. = ഇപ്പുറത്തുള്ള വെയിറ്റ് 20, മേളിലുള്ള നോക്കുക 100. ഇപ്പുറത്ത് എത്രയാണ്, പിവറ്റിൻ്റെ മുകളിൽ 58. ഡിഫറൻസ് എത്രയാണ്, 42. അതിങ്ങനെ ഇപ്പുറത്ത് എഴുതുക. അങ്ങനെ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ വേറെ ഒരു മെത്തേഡിലേക്കും പോകേണ്ട, കൺഫ്യൂഷൻ ഉള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യുക. ആ വെയിറ്റിൻ്റെ മേളിലും പിവറ്റിൻ്റെ മേളിലും ഉള്ള വാല്യൂസ് എത്രയാണോ അതിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം, M = എങ്ങനെ എഴുതാം, M = 20 × 42 / 8. ഓക്കെ, സോ ഫൈനലി യു വിൽ ഗെറ്റ് 105. ഇതാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ, ഈ 105 എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളതിൻ്റെ യൂണിറ്റ് ഇട്ട് കൊടുക്കണം അല്ലേ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം യൂണിറ്റ് ഇട്ട് കൊടുക്കുക. ഹറി ബറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ധൃതി പിടിക്കേണ്ട. നോക്കുക, എന്താണ്, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ റൂൾ. വെയിറ്റിന് നമ്മൾ പറഞ്ഞ യൂണിറ്റ് എന്തായിരുന്നു, ആദ്യമേ നമ്മൾ പറഞ്ഞു വെയിറ്റ് ആണെങ്കിൽ സ്കെയിലിൻ്റെ കേസിൽ എന്താണ്, ഗ്രാം ഫോഴ്സ്. മാസ് ആണെങ്കിൽ ഗ്രാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെടുക്കുക, വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ താഴേക്ക് എടുത്ത് എഴുതാം, വെയിറ്റ് ഓഫ് ദ റൂൾ. എത്രയാണ് വെയിറ്റ് ഓഫ് ദ റൂൾ, എത്ര വരും, = 105 ഗ്രാം ഫോഴ്സ്. ക്ലിയർ? ഇതിലുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് അറിയാമോ, ഈവൻ ഇഫ് യു ഹാവ് ഡൺ ഓൾ ദീസ് തിങ്സ് ആൻഡ് ഇഫ് യു ഫോർഗെറ്റ് ടു ഗീവ് ദിസ് യൂണിറ്റ് ഓർ അതർവൈസ് ഇഫ് ദ യൂണിറ്റ് ഈസ് റോങ്, എന്തായിരിക്കും പ്രശ്നം, ഇത് മൊത്തം വെട്ടിപ്പോവും. യു വോണ്ട് ഗെറ്റ് എനി മാർക്ക് ഫോർ ദിസ് ന്യൂമറിക്കൽ പോർഷൻ. അതാണ് ഫിസിക്സിൽ പല കുട്ടികൾക്കും മാർക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ ഇഷ്യൂ. അതാണ് ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് ഏത് എക്സാം ആണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക.
യൂണിറ്റ് തെറ്റിക്കരുത്. ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഇവർ തിരിച്ചും ചോദിക്കാം. ഇനിയിപ്പോൾ സപ്പോസ് ദേ ആസ്ക് മാസ് ഓഫ് ദ മീറ്റർ റൂൾ. ഓക്കെ, ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്, മാസ് ഓഫ് ദ മീറ്റർ റൂൾ ആണെങ്കിൽ എന്തായിരിക്കണം ആൻസർ? 105 ഗ്രാം. ഓക്കെ, വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഗ്രാം ഫോഴ്സ്, മാസ് ആണെങ്കിൽ ഗ്രാം. എല്ലാ കുട്ടികൾക്കും അവസാനം തെറ്റുന്ന ഒന്നാണ്. നിങ്ങളുടെ ഈ ഒരു റൂട്ടിനും ഒരു സ്റ്റെപ്പിനും മാർക്ക് കിട്ടത്തില്ല. കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 2 മാർക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ ഡയഗ്രത്തിന്. ബാക്കി ഇതിന് ചിലപ്പോൾ ഒരു മാർക്കായിരിക്കും കംപ്ലീറ്റ് പോർഷൻ ഉണ്ടാവുക. ഇതിൻ്റെ മാർക്ക് വരുന്നത് ദ കറക്റ്റ് ആൻസർ വിത്ത് പ്രോപ്പർ യൂണിറ്റ് എന്നുള്ളതിനാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ അതിൻ്റെ ഫുൾ മാർക്ക് ഈ ഒരു പോർഷൻ അങ്ങ് പോകും. സോ ബി വെരി കെയർഫുൾ ഓൺ ഡൂയിങ് സച്ച് തിങ്സ്. ഇവിടെ അതുപോലെ ഇപ്പോൾ തെറ്റാൻ പറ്റുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് തോന്നും. ബിക്കോസ് യു ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം. എത്രയോ കൊച്ചു ക്ലാസ് തൊട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതൊരു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ തോന്നും. അങ്ങനെ ചിന്തിക്കരുത്. വളരെ കുഞ്ഞ് ന്യൂമറിക്കൽസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുക. അതിന് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും റീചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഓരോ സ്റ്റെപ്പും റീചെക്ക് ചെയ്യുക. അത് ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഒരു ഡിവിഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് എഴുതിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കറക്റ്റ് പ്രോപ്പർ ആണോ എന്നുള്ളത് റീചെക്ക് ചെയ്യുക, യൂണിറ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ യൂണിഫോം മീറ്റർ സ്കെയിലിൻ്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്യുക. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ മാസ് മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ ദ യൂണിറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരിക, ഫോഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ വീണ്ടും ഇടാം. തൽക്കാലം ഒന്ന് റിവൈസ് ചെയ്യുക. അടുത്ത ചാപ്റ്ററിൻ്റെ ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കാം. ഓക്കെ, സോ സ്റ്റഡി വെൽ ഡിയർ സ്റ്റുഡൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.